നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്നത്തെ വിഷയം ബ്രഹ്മതലത്തെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ വീഡിയോകളിലെല്ലാം തന്നെ ബ്രഹ്മതലത്തെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇടാറുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ യുഗത്തിൽ, പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിൽ, ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ തുലോതുച്ഛമാണെന്ന് നമ്മുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനെ കാണുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കാണുന്ന 50 പേര് അല്ലെങ്കിൽ 100 പേരിൽ 10 പേർക്കെങ്കിലും ഇതിൻ്റെ ജിജ്ഞാസ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 10 പേര് പലർക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, എന്നല്ലെങ്കിൽ നാളെ ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ബ്രഹ്മതലത്തിൽ, ഗുണാതീതമായിരിക്കുന്ന ബ്രഹ്മതലത്തിൽ ഗുണങ്ങൾ അതീതമായി, ഗുണങ്ങളില്ല എന്നുള്ളതല്ല ആ കാര്യം. എന്ന് പറഞ്ഞാൽ പ്രകൃതി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാണ്, പ്രകൃതിയുടെ ഉത്ഭവം തന്നെ ഈ പരമസത്യമായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്നാണെന്നും ആ പ്രകൃതിക്കാണ് ഗുണങ്ങളുള്ളതും. ആ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. സാത്വികം, രാജസം, താമസം എന്നീ 3 ഗുണങ്ങൾ പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഈ 3 ഗുണങ്ങൾക്ക് അതീതമായി നിലനിൽക്കാൻ സാധിക്കുകയില്ല, ഇതിൽ ഉൾപ്പെട്ടു പോകുന്നു എന്നുള്ളതും. അതുകൊണ്ടാണ് മിഥ്യയായിരിക്കുന്ന ജഗത്തെ സത്യമായിട്ട് നമ്മൾ കാണാൻ ശ്രമിക്കുന്നതും സത്യത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിൽ മായ നമ്മളെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നതും ഇതുകൊണ്ടാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ധരിക്കാൻ കഴിയുന്നുണ്ട്. ഏതൊരു വ്യക്തിയാണോ അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് അവർക്ക് മാത്രമേ ഈ തലത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യമായുള്ളൂ, അല്ലെങ്കിൽ സാധിക്കുള്ളൂ എന്ന് പരമാർത്ഥം നാം അറിയേണ്ടിയിരിക്കുന്നു. ബൃഹദാരണ്യ ഉപനിഷത്തിലെ 33 മുക്കോടി ദേവതകളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പരാമർശിക്കുകയുണ്ടായി, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവസാനം വരുമ്പോൾ അവിടെയും അദ്വൈതമാണ് വരുന്നത്. 30 മുക്കോടി ദേവതകൾ എന്ന് പറയുന്നത് ആ പരമ തലത്തിലുള്ള, അല്ലെങ്കിൽ തത്വത്തിൻ്റെ, സത്യത്തിൻ്റെ വിഭൂതികൾ മാത്രമാണെന്ന് എണ്ണി നാം പറയേണ്ടിയിരിക്കും. ആ വിഭൂതികളെ ആണ് നമ്മൾ സത്യമായി കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് ഇപ്പോഴേ ഏതാണ്ട് 99% ആൾക്കും വിശ്വാസമുള്ളതും ആ വിഭൂതികളിലാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ ഭൗതിക തലത്തിലുള്ള ഉന്നതി മാത്രമാണ്. ഭൗതിക തലത്തിലുള്ള ഉന്നതി വേണ്ട എന്നാരും പറയുന്നില്ല. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ധനം എന്ന് പറയുന്നത്. സമ്പത്തില്ലാതെ ഈ സിറ്റുവേഷനിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. പക്ഷെ അങ്ങനെ ഉള്ളപ്പോഴും അതിൽ നിന്നുകൊണ്ട് തന്നെ ആ പരമമായ സത്യത്തെ തിരിച്ചറിയാനുള്ള വ്യവസ്ഥകൾ നമുക്കുണ്ടാക്കി തന്നിട്ടുണ്ട്, മാർഗങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ മാർഗങ്ങളെ തിരിച്ചറിയാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമ്മൾക്ക് സത്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. സത്യം എന്താണെന്നോ മിഥ്യ എന്താണെന്നോ വേർതിരിച്ചറിയാൻ കഴിയാവുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗുണാതീതമായിരിക്കുന്ന ആ സത്യത്തെ നാം മനസ്സിലാക്കുമ്പോൾ എന്തൊക്കെയാണ് ഗുണാതീതമായിരിക്കുന്ന ആ വസ്തുവിൻ്റെ, ആ ബ്രഹ്മത്തിൻ്റെ ഗുണങ്ങളെന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മളിന്ന് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യുന്നത്. ഈശ്വരൻ്റെ ഗുണങ്ങളായ ദയ, ന്യായം, നിത്യത, അതുപോലെ പവിത്രത, ആനന്ദ സ്വരൂപം മുതലായവയെ ഹൃദയത്തിൽ ധരിച്ച് ഈശ്വരനെ ആരാധിക്കുന്നവർ സഗുണോപാസകരാണ്. എന്താണ് സഗുണോപാസനയെന്നും അല്ലെങ്കിൽ നിർഗുണോപാസനയും എന്ന് നമുക്ക് നോക്കാം. സഗുണോപാസനയിൽ നമുക്കറിയാം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഭൗതിക തലത്തിൽ ഉന്നതി കൊടുക്കുന്നതാണെന്നറിയാം. ഈശ്വരൻ്റെ ഗുണങ്ങളായ ദയ, അതുപോലെ തന്നെ ന്യായം, അതുപോലെ തന്നെ നിത്യത, ഇതൊക്കെ സഗുണോപാസനയിൽ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ നിത്യമായിരിക്കുന്ന വസ്തു എന്താണോ ആ വസ്തുവിനെ നമ്മൾ അറിയുന്നതിന് വേണ്ടിയാണ് ക്ഷേത്ര ദർശനം നടത്തുന്നതെന്നും ഇതിൽ കൂടി നമ്മൾ നിത്യമായിരിക്കുന്ന സത്യത്തിലേക്ക് എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തോടു വേണം പോകാൻ. അതിന് പകരമായിട്ട് നമ്മൾ വഴിപാട് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട, അതായത് ഭൗതിക തലത്തിലുണ്ടാകേണ്ടത് ഉന്നതിയെക്കുറിച്ച് ചിന്തിച്ചാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എല്ലാ കർമ്മങ്ങളിലും ഈശ്വര സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് നിഷ്കാമ കർമ്മമായി മാറുമെന്ന് ഭഗവത്ഗീത പറയുന്നതിന് പിന്നിലെ തത്വം ഇതാണ്.
അപ്പോൾ നിത്യമായിരിക്കുന്ന അനിത്യം, അതായത് എന്നുമെന്നും ഉള്ള ഒരു സത്യത്തെ തിരിച്ചറിയുകയാണ് വേണ്ടത്. അപ്പോൾ എന്നുമെന്നുമുള്ള സത്യമെന്ന് പറയുന്നത് ഈ കാണുന്നതൊന്നും എന്നുമെന്നുമുള്ള നിത്യതയല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ സത്യം തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ബ്രഹ്മതത്വത്തിലേക്ക് കടക്കാൻ സാധിക്കത്തുള്ളൂ. ദയ, ഭൂതദയ, അതായത് ഭൂതദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളോടുമുള്ള നമ്മളുടെ ദയ, കാരുണ്യം. അതിനുദാഹരണമാണ് ഇപ്പം നമുക്ക് സമ്മർ തുടങ്ങി, സമ്മർ ചൂടാണിപ്പോൾ. ആ ചൂട് സമയത്ത് ഈ ജലത്തിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ ജീവികൾക്കൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. വെള്ളം കുടിക്കാൻ എല്ലാ ഉരകങ്ങൾ തൊട്ട് എല്ലാ പക്ഷികൾ, മൃഗാദികൾക്കെല്ലാം, അതുപോലെ സസ്യജാലങ്ങൾക്ക് വരെ ജലത്തിൻ്റെ അരക്ഷിതാവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഭൂതയിൽ അത്യാവശ്യമായിട്ട് വേണ്ടത്, അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ സമയത്താണ് വൃക്ഷങ്ങളിൽ ഫലങ്ങളൊന്നും ഉണ്ടാവാത്ത അവസ്ഥ. ഇപ്പോൾ കൊണ്ടായി തുടങ്ങുന്നതേ ഉള്ളൂ. ഈ സമയത്ത് പക്ഷികൾക്ക് ഇതൊന്നും കഴിക്കാൻ പ്രാപ്തമായ സമയമായിട്ടില്ല. അതുകൊണ്ട് ഭക്ഷണവും ജലവും ഭൂതം, അതായത് നമ്മുടെ ഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും കൊടുക്കണം എന്ന് പറയുന്നതിന് പിന്നിലെ തത്വം ഇതാണ്. അതുകൊണ്ടാണ് ന്യായം, അതുപോലെ തന്നെ ന്യായകാരിയാണ് ഈ പറയുന്ന ബ്രഹ്മം എന്ന് പറയുന്നത്. പക്ഷാഭേദമില്ല. പ്രകൃതിയും അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്നതിനും പക്ഷാഭേദമില്ല. എന്ത് നമ്മൾ ചെയ്യുന്നോ അതിൻ്റെ ഒരു തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാവും. നല്ലതാണെങ്കിൽ നല്ലത്, അതല്ല ചീത്തതാണെങ്കിൽ ചീത്തത്, അങ്ങനെ ഒരു തിരിച്ചടി ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവുമെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ആരാണോ കർമ്മം ചെയ്യുന്നത് അവൻ്റെ കർമ്മങ്ങളിൽ പിഴവുണ്ടാവില്ല. സത്യസന്ധമായ രീതിയിൽ അവൻ്റെ കർമ്മങ്ങൾ പോകത്തുള്ളൂ. അങ്ങനെയുള്ള ഏതൊരു വ്യക്തിയാണോ അവൻ്റെ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും അതിൻ്റെ ഗുണം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും. അത് ഉത്തമ ഉദാഹരണമായിട്ട് കണക്കാക്കേണ്ടത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വീട്ടിലെയും ഓരോരുത്തർ വീതം നമ്മുടെ വെളിയിൽ കാണും. എവിടെയെങ്കിലുമൊക്കെ ദൂരദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരെയൊക്കെ എന്തെങ്കിലും ഒരു ആപത്തുണ്ടായിക്കഴിഞ്ഞാൽ ആരാ സഹായിക്കാനുള്ളത്? നമുക്ക് ആർക്കെങ്കിലും പോയി സഹായിക്കാൻ പറ്റുമോ? സഹായിക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു സഹായമായിട്ട് എത്തുന്നത് ദയയും ന്യായകാരിയായ ദൈവത്തിൻ്റെ കൈകളാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ പറയുന്ന ബ്രഹ്മതലത്തിൽ നാം ചെയ്ത സത്യതയുടെ അല്ലെങ്കിൽ സത്യമായുള്ള കാര്യങ്ങൾ, സത്കർമ്മങ്ങളുടെ അല്ലെങ്കിൽ നിഷ്കാമകർമ്മങ്ങളുടെ ഫലമായിട്ടാണെന്ന് നമ്മൾ ഉദ്ദേശിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ സഗുണോപാസനയിൽ ഒരു വ്യക്തി അറിയേണ്ടത് ഇത്രയും കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളായ ദയ, ന്യായം, നിത്യത, പവിത്രത, ആനന്ദ സ്വരൂപമാണ്. അല്ലേ? നമുക്കറിയാം സത്യചിത്ത ആനന്ദം എന്നാണ് പറയുന്നത്. ആ ആനന്ദ സ്വരൂപമായിരിക്കുന്ന ഈശ്വരനെ സഗുണത്തിൽ പോലും നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ മൂർത്തിയിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ മൂർത്തിയിൽ ബ്രഹ്മം ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സഗുണോപാസനയാണ്. അങ്ങനെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നത് സഗുണോപാസനയാണ്. പിന്നെ നിർഗുണോപാസന എന്താണ്? ഈശ്വരൻ്റെ സഗുണത്തിനോടൊപ്പം അദ്ദേഹം അമരനാണ്, അതായത് ഒരു കാരണവശാലും നശിക്കാത്തതാണെന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ടാവണം. അനാദിയാണ്, ആദിയും അന്തവും ഇല്ലാത്തതാണ്, അനന്തനാണ്, വിശാലമാണ്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നിവയെ മനസ്സിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് നിർഗുണോപാസനയിലേക്ക് വരും. അതാണ് ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ആദ്യത്തെ ഒരു മന്ത്രം എന്ന് പറയുന്നത് തന്നെയാണ്. ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തക്തേന ഭുഞ്ചിത മാ കൃതാഹ കസ്യ സിദ്ധനം എന്ന് പറയുന്ന ആദ്യത്തെ മന്ത്രത്തിൻ്റെ ആദ്യത്തെ വരിയിൽ തന്നെ ഈശാവാസ്യം ഇതം സർവം എന്ന് പറയുന്നതിന് അർത്ഥം ഗ്രഹിക്കുന്നവന് നിർഗുണോപാസനയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ സഗുണോപാസനയിലും നിർഗുണോപാസനയിലും ഈശ്വരൻ്റെ മഹത്വത്തെ വിളിച്ചോതുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ആ സഗുണോപാസനയിൽ പോലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് സഗുണോപാസനയിൽ നിന്നും നിർഗുണോപാസനയിൽ കൃത്യമായിട്ട് കയറാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. അപ്പോൾ സഗുണോപാസനയിൽ നിന്നും നിർഗുണോപാസനയിലേക്ക് കടക്കേണ്ട ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയാൽ മതി. സഗുണോപാസനയിൽ നിന്ന് ഈ പറയുന്ന ബ്രഹ്മതത്വത്തിൻ്റെ മൂർത്തിയാണ് ഇഷ്ടദൈവങ്ങളെയാണ് ആരാധിക്കുന്നെങ്കിൽ ആ ആരാധനാ സമയത്ത് സഗുണോപാസകൻ ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നു. നിർഗുണോപാസകൻ്റെ നിരന്തരമായ ഉപവാസന അല്ലെങ്കിൽ ഉപാസനയുടെ ഫലമായാണ് നമുക്ക് എന്താണോ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് ആ ഉപാസകനും നിർഗുണത്വവും കൈവരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ നിർഗുണോപാസകൻ്റെ നിരന്തരമായിട്ടുള്ള രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ ഈശ്വരൻ്റെ എന്തൊക്കെയാണ് നിർഗുണത്വം എന്ന് മനസ്സിലാക്കുന്നത്. അമരനാണ്, അനാദിയാണ്, അതുപോലെ അദ്വൈനാണ്, അനന്തനാണ്,
എന്നിവയുള്ള ആ തലത്തിൽ ചിന്തിച്ചുകൊണ്ട് നിർഗുണോപാസന ചെയ്യുന്ന വ്യക്തികൾക്ക് ആ ഉപാസകനും നിർഗുണത്വം കൈവരുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് നിർഗുണത്വം കൈവരുന്നത്? അനന്തമായിരിക്കുന്ന അല്ലെങ്കിൽ വിശാലമായിരിക്കുന്ന എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരൻ എല്ലായിടത്തും ഉണ്ടെന്ന് നാം സങ്കല്പിക്കുന്ന എവിടെയായിരിക്കും? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും ഈശ്വരൻ്റെ മഹിമ ഉള്ളുണ്ടെന്നും ആ ഈശ്വരൻ്റെ മഹിമ കൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതെന്നും അപ്പോൾ ഓരോ പ്രപഞ്ച ഘടകങ്ങളിലും, അതായത് എല്ലാ ജീവജാലങ്ങളിലും, പക്ഷി മൃഗാദികളിലും, അതുപോലെ തന്നെ ഉരകങ്ങളിലും എല്ലാം തന്നെ ഈ ഈശ്വരൻ്റെ മഹിമ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിർഗുണോപാസകൻ്റെ നിർഗുണത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലും നിർഗുണാതീതം, അതായത് നിർഗുണത്തിലേക്ക് കടക്കാൻ സാധ്യമാകുമെന്ന് മനസ്സിലാക്കേണ്ടി വരും. ഈശ്വരൻ അമരനാണെങ്കിൽ ഉപാസകനും അമരത്വം കൈവരുന്നു എന്നുള്ളതാണ്. അമരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം കൊണ്ട് ഈ ലോകാവസാനം വരെ ജീവിക്കാം എന്നുള്ളതല്ല അമരത്വത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അമരത്വം എന്ന് പറഞ്ഞാൽ താൻ ഈശ്വരനായി മാറുന്നു എന്നുള്ളതാണ്, മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്നുള്ളതാണ്. അപ്പോൾ ആ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിർഗുണോപാസന എന്ന് പറയുന്നത്. സഗുണോപാസനയും അതുതന്നെയാണ്. പക്ഷേ സഗുണോപാസനയും നിർഗുണോപാസനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സഗുണോപാസനയിൽ സാവധാനമേ മുന്നോട്ട് കയറിപ്പോകാൻ സാധിക്കത്തുള്ളൂ. പൂജ, അതുപോലെ ഹോമം, അതുപോലെ തന്നെ പ്രാർത്ഥന, ഇതെല്ലാം നവതാഭക്തിയിൽ ശ്രവണം, കീർത്തനം, ഇതെല്ലാം ചെയ്തിട്ട് സാവധാനത്തിൽ പല ജന്മങ്ങളായിട്ട് അവൻ നിർഗുണതലത്തിലേക്ക് എത്തും, അല്ലെങ്കിൽ ഈശ്വരൻ്റെ മഹിമയായിരിക്കുന്ന തലത്തിലേക്ക് എത്താൻ അവന് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതിൽ ഉപാസനയിൽ ഒന്നും തന്നെ കടന്നു വരുന്നില്ല, പക്ഷെ ഉപേക്ഷിക്കലാണ് എന്ന് മനസ്സിലാക്കണം. നിർഗുണത്വത്തിൽ നമുക്ക് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല, പക്ഷേ നമ്മളിലുള്ളതെല്ലാം വേർപെട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കണം. എന്തോ വേർപെട്ട് പോകുന്നത്? ഈ വേർപെട്ട് പോകുമ്പോൾ നമ്മൾ ചിലപ്പം വിചാരിക്കും, അയ്യോ വേർപെട്ട് പോകുന്നുണ്ടല്ലോ, നമ്മളിൽ നിന്ന് പലതും കടന്നു പോയിട്ടുണ്ടോ, ഒന്നും ഇല്ലാതാവുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വിഷമിക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എനിക്കുണ്ടായിരുന്നത് വേണം 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 എന്നുള്ള തലത്തിൽ ഇരിക്കുമ്പോഴല്ലേ നമുക്ക് ഈ ചിന്ത വരുന്നത്. പക്ഷേ ഇതൊന്നും അല്ല സത്യം എന്നുള്ളത് മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പോയാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിലേക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കും. എന്തോ ചിലതൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ നഷ്ടപ്പെടൽ കാരണം പ്രസന്നതയുണ്ടാകുന്നു ഉണ്ടാകുന്നു എന്നുള്ളത് കൃത്യമാണ്. ഭഗവത്ഗീതയിലും ഇതിനെക്കുറിച്ച് ഒരു ശ്ലോകം ഭഗവാൻ പറയുന്നുണ്ട്. ആ ശ്ലോകത്തിൽ ഇത് കൃത്യമായി സ്പഷ്ടമായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് പ്രസന്നത, ചിത്തപ്രസാദം ഉണ്ടാകുന്നത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളാണ്, നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ചിത്തപ്രസാദം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ എന്താണ്? അറ്റാച്ച്മെൻറ്റിൽ ലയിച്ച് നാം ഇരുന്നു പോകുന്നത് കൊണ്ട്, എല്ലാം എൻ്റേതാണെന്നുള്ള ചിന്തയിൽ ഇരുന്നു പോകുന്നത് കൊണ്ട് ഒരു കാരണവശാലും നമുക്ക് ഈ തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്ന് വ്യക്തമായിട്ട് ധരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പ്രസന്നത ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ നഷ്ടപ്പെടലാണ് നമുക്കുണ്ടാകുന്നത്. നഷ്ടപ്പെടലെന്ന് പറഞ്ഞാൽ ഭൗതിക തലത്തിൽ പല അറ്റാച്ച്മെൻറ്റും നമ്മളിൽ നിന്നും വിട്ടുപോകുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഠോപനിഷത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കഠോപനിഷത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരുന്നുമുണ്ട്. അത് അടുത്ത നമുക്ക് വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാം. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചുരുക്കുകയാണ്. നമസ്കാരം.